നമസ്കാരം. കുറേ നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ദുബായിലെ കരാമയിലാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് പഴയ കാലത്തെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഴങ്കഞ്ഞി കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ദുബായ് അനാർക്കലി റെസ്റ്റോറൻറ്റിൻ്റെ പഴങ്കഞ്ഞിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു NMC Viewfinder. This is Nafal. അങ്ങനെ നമ്മളിപ്പോൾ കരാമയിലെത്തി. ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്കറിയാം, ദുബായ് കരാമയിൽ വന്നു കഴിഞ്ഞാൽ 1000-ലധികം റെസ്റ്റോറൻറ്റുകൾ, പല ഫ്ലേവറിൽ പല ക്യുസീൻസിലുള്ള റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾക്ക് കരാമയിൽ കാണാൻ പറ്റും. സോ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ UAE-യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ദുബായ് കരാമ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മറ്റെവിടെയുമല്ല, അനാർക്കലി റെസ്റ്റോറൻറ്റ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പഴങ്കഞ്ഞി അന്വേഷിച്ചിട്ടല്ല വന്നതെങ്കിലും നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് പഴങ്കഞ്ഞിയാണ്. 18 ദിർഹംസാണ് ഇവിടെ പഴങ്കഞ്ഞിക്കുള്ളത്. പക്ഷേ പ്രൈസ് നമ്മളെ കുറച്ചൊന്ന് ചിന്തിപ്പിക്കുമെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പഴങ്കഞ്ഞി സൂപ്പർമാനാണ് കേട്ടോ. ഒരു അപാര കോംബോ ആണ്. തൈരും മുളകും പിന്നെ ചെറിയുള്ളിയും അങ്ങനെ വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഈ പഴങ്കഞ്ഞി ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 12 ദിർഹംസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി കിട്ടുന്ന നാട്ടിൽ 18 ദിർഹംസ് കൊടുത്തിട്ട് നിങ്ങൾ പഴങ്കഞ്ഞി കുടിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ളത് ട്രൈ ചെയ്യുന്നത് ഒരു സുഖം. പിന്നെന്താ തോരൻ, ഉള്ളി, മീൻകറി, പുളിശ്ശേരി, മീൻ വറുത്തത്, പപ്പടം, അച്ചാറ്, അവിയൽ, മീൻകറി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ഭീമൻ ദോശയാണ് കേട്ടോ. നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് കോംബോ ഓഫറുകൾ നമുക്ക് കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലും ഒരു സ്പ്രേ എടുത്തു കഴിഞ്ഞാൽ 3 സ്പ്രേ ഫ്രീ, കുക്കർ എടുത്തു കഴിഞ്ഞാൽ മെഴുകുതിരി ഫ്രീ, അങ്ങനെ പറയുന്ന നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഭീമൻ ദോശ എന്ന് പറഞ്ഞിട്ടൊരു ദോശയുണ്ട്. നിങ്ങളിത് കഴിക്കാൻ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് ഒറ്റയ്ക്ക് വന്ന് കഴിക്കരുത്. കഴിച്ചാൽ തീരില്ല. ഒരു നോർമൽ മനുഷ്യൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല. ഈ ഭീമൻ ദോശ എന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നത് 4 ആൾക്കുള്ള ഭക്ഷണമാണെന്നാണ്. അപ്പോൾ 4 ആൾക്കുള്ള കോംബോ സെറ്റാണ് ഈ ഭീമൻ ദോശ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 4 പേര് വന്നു കഴിഞ്ഞാൽ സുഭിക്ഷമായിട്ട് കഴിക്കാം. ബീഫും ചിക്കനും ഓംലെറ്റും ഒക്കെ കൂട്ടി കഴിക്കാം. പിന്നെ നിങ്ങൾ 4 ആൾ വരുന്നുണ്ടെങ്കിൽ ദോശ അൺലിമിറ്റഡും ആയിരിക്കും. സൂപ്പറല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യാം. ക്യാമറ വലിയൊരു നെയ്റോസ്റ്റ്, നമ്മുടെ സാധാരണ ഒരു ഐറ്റം. അതിൻ്റെ കൂടെ അതന്നെ വാട്ടവർ, 3 ബീഫ്, 3 തരം ബീഫ്, 3 തരം ചിക്കൻ, 2 ഓംലെറ്റ്, 2 സിംഗിള്, ചമ്മന്തി, ചട്നി, ചമ്മന്തി, സാമ്പാർ, പായസം, എക്സ്ട്രാ ചട്നി, 3 ദോശ എക്സ്ട്രാ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഭീമൻ ദോശ. ഒരു വലിയൊരു ദോശയും അതിന് ചുറ്റിലും ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒരുപാട് കറികൾ. അല്ലാതെ ഡ്രൈ ആയിട്ടുള്ളതുണ്ട്, കറിയായിട്ട് സെമി ഗ്രേവി ആയിട്ട് വരുന്നതുണ്ട്. ചിക്കൻ്റെ തന്നെ 3 ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ 2 ഓംലെറ്റ്, പപ്പടം, പിന്നെ അഡീഷണലായിട്ട് ചെറിയ ദോശ വേറെ ഉണ്ട്. അഡീഷണൽ വരുന്ന ദോശ നിങ്ങൾ 4 ആളാണ് കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് തരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഭീമൻ ദോശ എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ നമ്മൾ 4 ആൾ കഴിച്ചിട്ടും
എന്താ പറയുക, സംഭവം തീർന്നില്ല, അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അവർ ദോശ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ 3 ആളാണ് പോയില്ലെങ്കിൽ അൺലിമിറ്റഡ് ദോശ ഉണ്ടാവില്ല കേട്ടോ. ഈ പരന്ന് കിടക്കുന്ന കാർപ്പറ്റ് പോലുള്ളൊരു ദോശ ഇങ്ങനെ എടുത്ത് മുറിച്ചിട്ടേ നമ്മൾക്ക് കയ്യിൽ ഒതുങ്ങുന്നതിലും വലിയ പീസ് എടുത്ത് മാറ്റി അതിൽ ബീഫിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് റൗണ്ടായിട്ട് അതിനെ ചുറ്റി പിടിച്ചിട്ട് ചിക്കൻ്റെ ഗ്രേവിയിലൊന്ന് മുക്കിയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ എൻ്റെ സാറേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഓംപ്ലേറ്റ് വെച്ചിട്ടും ഇതുപോലെ ട്രൈ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഓരോന്നോരോന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഈ ഭീമൻ ദോശ എന്ന് പറയുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ ആദ്യകാലങ്ങളിലൊക്കെ ബൊഫേ ആയിരുന്നു കൂടുതൽ കാണാറുള്ളത്. മിക്കപ്പോഴും ഈ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലാണ് കൂടുതലായിട്ട് ബൊഫേ ഒക്കെ കണ്ടുവന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹോളിഡേ എന്ന് പറഞ്ഞ ഹോട്ടലിനകത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിരിക്കും. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഭക്ഷണം അല്ലെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഒരു ടൈമിൽ ട്രൈ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇങ്ങനെ മാറി മാറി വന്നതിൻ്റെ ഫലമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ളൊരു കോംബോ ഓഫറുകൾ അല്ലെങ്കിൽ കോംബോ ഡിഷുകൾ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിലേക്ക് പോകുമ്പോൾ ഭീമൻ ദോശ എന്ന് പറഞ്ഞൊരു രീതിയിൽ വരുന്നത് കാണുമ്പോൾ അതിനൊരു കൗതുകവും, പിന്നെ കൗതുകം മാത്രമല്ല ഈ സാധനത്തിലൊക്കെ അപാര ടേസ്റ്റാണ്. നമ്മുടെ ചൈനീസ് ഫുഡൊക്കെ ഇതുപോലെ കോംബോ കൊടുക്കുന്നത് പോലെ നമ്മുടെ നാടൻ ഫുഡുകളും, നാടൻ എന്ന് പറയുമ്പോൾ ദോശയൊന്നും കേരളീയ ഫുഡ് ആണെന്ന് പറയാൻ പറ്റില്ല, തമിഴ്നാടിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, എങ്കിൽ തന്നെയും നമുക്കിത് നാടൻ ഫുഡ് തന്നെയാണ്. അപ്പോൾ പഴങ്കഞ്ഞിയും ദോശയൊക്കെ ആയിട്ടുള്ള കോംബോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ സപ്പോർട്ടും കൂടുതൽ സപ്പോർട്ടുകൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. FB ഇൻസ്റ്റാ പേജ് NMC Viewfinder എന്നുള്ള പേരിൽ തന്നെയുണ്ട്, ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ തൽക്കാലം ഒന്ന് വിട പറയുകയാണ്. Bye from NMC Viewfinder. This is Naufal. Bye-bye.